അഭിജിത്ത് ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. അഭിജിത്ത്, നമ്മൾ വിശ്വംഭരനുമായി സംസാരിച്ചതിൽ നിന്ന് ഇന്നലെ മനസ്സിലാക്കിയത് ഈ കട്ടിളപ്പാളിയാണ് ബാംഗ്ലൂരുവിലെ ശ്രീരാംപുരം ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ചത് എന്നാണ്. തീർച്ചയായും അരുൺകുമാർ, ഇന്നിപ്പോൾ അതിനൊരു സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായി രണ്ട് കാര്യങ്ങളാണ് അരുൺകുമാർ. അതിലൊന്ന്, ഈ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ വാതിൽ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു വസ്തു അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീരാംപുരയിലെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ, അത് ചെന്നൈയിൽ എത്തിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ അക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. അതേ സ്വർണം പൂശിയ വസ്തു തന്നെയാണ് ശ്രീരാംപുരയിലെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായി നമ്മളോട് സംസാരിച്ചത് ഈ സമയത്ത്, അതായത് ശ്രീരാംപുരയിലെ ക്ഷേത്രത്തിലേക്ക് ഈ ശ്രീകോവിലിൻ്റെ വാതിൽ എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അവകാശപ്പെടുന്ന സ്വർണം പൂശിയ വസ്തു എത്തിക്കുമ്പോൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, 2 രമേശ് റാവു എന്ന വ്യവസായി, പിന്നെ മറ്റൊരു സ്വാമിജി. ഇതിൽ രമേശ് റാവുമായാണ് നമ്മൾ സംസാരിച്ചത്. അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. ഇതേ സ്വർണം പൂശിയ വസ്തു തന്നെയാണ് ശ്രീരാംപുരയിലെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. അതിവിടേക്ക് കൊണ്ടുവരുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരോട് ഇത് ശബരിമലയിലെ ശ്രീകോവിലാണ്, അതിൻ്റെ വാതിലാണ്, അതിൻ്റെ കട്ടിളയാണ് എന്നൊക്കെ ഇവരെ ബോധ്യപ്പെടുത്തുന്നു, അവരെ വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ വെച്ച് പൂജ നടത്തുന്നു. ഭക്തർക്ക് ഇത് കാണുന്നതിന് വേണ്ടിയുള്ള അവസരവും ഒരുക്കുന്നു. ഇതിൽ ഈ അന്നത്തെ സമയത്ത് ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്ന 2 പൂജാരിമാരോടും നമ്മൾ സംസാരിച്ചു. അവർ പ്രതികരിക്കാൻ തയ്യാറല്ല. പക്ഷേ അവരും ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. ഇതേ സ്വർണം പൂശിയ വാതിൽ തന്നെയാണ് അന്ന് ശ്രീരാംപുരയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇത് ശബരിമലയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവരെ അറിയിച്ചത്. അപ്പോൾ നാളെ ഇത് ഇനിയിപ്പോൾ ശബരിമലയിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇനിയൊരിക്കൽ നമുക്കിത് കാണാൻ കഴിയില്ല, ഇത്ര അടുത്ത് കാണാൻ കഴിയില്ല എന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പൂജാരിമാർ, അന്നത്തെ പൂജാരിമാർ അവിടെ അത് പൂജ ചെയ്യുന്നു. അതിനുശേഷം ഭക്തർക്ക് മുന്നിലേക്ക് ഈ ശ്രീകോവിൽ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ അരുൺകുമാർ, 2 കാര്യങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ. ശ്രീകോവിലിൻ്റെ വാതിൽ എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സ്വർണം പൂശിയ വസ്തു ശ്രീരാംപുരയിലെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചെന്നൈയിൽ പൂജ നടത്തിയതിന് ശേഷമാണ് ഇവിടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു സൂചനയാണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ പൂജാരിമാർക്ക് നൽകിയിരുന്നത്. കാരണം ഇതിനെക്കുറിച്ച് ചില സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താനിത് ചെന്നൈയിൽ വെച്ച് പൂജ നടത്തിയിട്ടുണ്ട്, അന്ന് ഈ ചടങ്ങിൽ സിനിമാ നടൻ ജയറാം ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പൂജാരിമാരോടൊക്കെ പറഞ്ഞിരുന്നു. അത് അവർ ഓർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ വസ്തുക്കൾ ഇങ്ങനെ പലയിടങ്ങളിൽ എത്തിച്ച് അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ കാര്യം വരുന്നതോടുകൂടി, അല്ലെങ്കിൽ ഇവരുടെ പ്രതികരണം വരുന്നതോടുകൂടി സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. അരുൺകുമാർ, താങ്ക് യു.